അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 16. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അമ്മാ ബഅദു ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും കൊച്ചധ്യായമായ സൂറത്തുൽ കൗസറിലെ 2-ാം വചനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തങ്ങൾക്ക് അതിരുകളില്ലാത്ത എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉടനെ അല്ലാഹു പറയുന്നു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ തങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. ശാരീരികമായും സാമ്പത്തികമായും തങ്ങൾ കടപ്പാടറിയിക്കണം പടച്ച റബ്ബിനോട്. അതുകൊണ്ട് അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി തങ്ങൾ നിസ്കരിക്കണം. ഫസ്വല്ലി ലിറബ്ബിക് വൻഹർ, അങ്ങ് ബലിയറക്കുകയും വേണം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നതുകൊണ്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും, സാമ്പത്തിക ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് ബലികർമ്മം എന്ന നിലക്ക് അതുകൊണ്ടും കൽപ്പിച്ചപ്പോൾ ചുരുക്കത്തിൽ നിസ്കാരവും ബലികർമ്മവും അർത്ഥത്തിൽ ശാരീരിക സാമ്പത്തിക ഇബാദത്തുകളെ 2 തലത്തിലും പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ ശബ്ദമാണ് എന്നാണ് നാം വായിച്ചെടുക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മറ്റു പല മുഫസ്സിറുകളും ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എത്ര കണ്ട് ഇത് അനുവർത്തിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം മുത്തുനബി അല്ലാഹു പറഞ്ഞ ഒരു കാര്യം പൂർത്തീകരിക്കാതിരിക്കില്ല. തീർച്ചയായും അവിടുന്ന് ചെയ്ത ശാരീരിക ഇബാദത്തുകളുടെ വലിപ്പം കാണണമെങ്കിൽ ഒരു രാത്രിയിൽ മുത്തുനബി ഒരുപാട് നിസ്കരിച്ചു. ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവസാനം നീരുവന്ന് കാലിൽ വീർത്തുകെട്ടി കാല് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പാദങ്ങൾ തന്നോട് അഭ്യർത്ഥിച്ചു, നബിയെ തങ്ങളൊന്ന് കിടക്കണം. ആലങ്കാരിക ഭാഷയാണ് അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുദീർഘമായി നിസ്കരിച്ചതിന്റെ ഫലമായി കാലിൽ നീരുകെട്ടി വീർത്തത് കണ്ടപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹിയോട് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ചോദിക്കുകയാണ്, അല്ലയോ റസൂലേ, മുമ്പും പിമ്പും പാപങ്ങളില്ലാത്ത തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അവിടുന്ന് ചോദിച്ചത്, ഉദാരനായ റബ്ബിനോട് നന്ദിയുള്ള ഒരടിമയാവണ്ടേ ആയിഷ ഞാനെന്നാണ് ആയിഷ ബീവിയോട് തിരിച്ചു ചോദിച്ചത്. ഒരു രാത്രിയിൽ എഴുന്നേറ്റ് ഒരുപാട് നിസ്കരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ പരതി നോക്കി. എന്തിനാണിത്? ബഹുഭാരിത്വമുള്ള റസൂലുള്ളാഹി തങ്ങളെ പരതുന്നത് കണ്ടപ്പം മറ്റു ഭാര്യമാരുടെ അടുത്തേക്കെങ്ങാനും പോയതാണെന്ന് ആയിഷ സംശയിച്ചോ എന്ന നിലയിൽ ആയിഷ ബീവിയോട് ചോദിച്ചു, സുബ്ഹാനല്ലാ, ഇതെന്താണ് ആയിഷ, അള്ളാന്റെ റസൂല് നിന്നെ വഞ്ചിക്കുമെന്ന് കരുതിയോ? ഇല്ല നബിയെ, സുബ്ഹാനല്ലാ, തങ്ങളെപ്പറ്റി ഞാൻ അങ്ങനെ കരുതുകയോ? ലനന്തു അന്നക ഖുബിൽത ഫീ തൂലി സുജൂദിക യാ റസൂലല്ലാ, നബിയെ അങ്ങ് സുജൂദിൽ അങ്ങ് കിടന്നിട്ട് എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ടപ്പം, സുജൂദ് അല്പം നീണ്ടുപോയപ്പം തങ്ങൾ സുജൂദിലെങ്ങാനും വഫാത്തായി പോയോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ തപ്പി നോക്കിയതെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോടും നബിതങ്ങൾ പറഞ്ഞ മറുപടി അത് തന്നെയാണ്. അത് ഒരു ബറാഅത്ത് രാവിലായിരുന്നു, ശഅബാൻ 15-നായിരുന്നു ഈ ആരാധനകളിൽ അള്ളാഹുവിന്റെ റസൂൽ സജീവമായിരുന്നത്. അതുപോലെ എന്ത് സാധനം കയ്യിലുണ്ടെങ്കിലും വൈകുന്നേരമാകുമ്പോഴേക്ക് അത് ധർമ്മം ചെയ്ത് തീർന്നിട്ടുണ്ടാകും. റസൂലുള്ളാഹിയുടെ സാമ്പത്തിക സന്നദ്ധതയെക്കുറിച്ച് പറയാനുള്ളത് അതാണ്. എല്ലാറ്റിലും അള്ളാഹുവിന്റെ ഹബീബ് മുമ്പിലായിരുന്നു. ധാരാളം പറയാനുണ്ട്. ഒരു ദിവസം ആടറത്തു. ആ ആട്ടിന്റെ ഒരു കുറക് മാത്രം അവിടെ ബാക്കി വെച്ച് ബാക്കിയുള്ളതൊക്കെ അയൽക്കാർക്കും കുടുംബക്കാർക്കും പരിചയക്കാർക്കും ഒക്കെ കൊടുത്തയച്ച് തിരിച്ചു വരുമ്പോൾ മുത്തുനബി ചോദിക്കുകയാണ്, ഇനി അതിൽ എന്ത് ബാക്കിയുണ്ട് ആയിഷ എന്ന് ചോദിച്ചപ്പോൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയെ എല്ലാം കഴിഞ്ഞു. ആയിഷ ബീവിയും കൊടുത്തു, എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇല്ല കതിഫഹ യാ റസൂലല്ലാഹ്, നബിയെ അതിന്റെ ഒരു കുറക് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ പറയല്ല, കുറക് അല്ലാത്തതൊക്കെ ബാക്കിയുണ്ടെന്ന് പറയൂ. കുറക് നമുക്ക് തിന്നാനുള്ളതാണ്, അത് നമ്മൾ തിന്നുന്നതോടുകൂടെ തീരും. പക്ഷേ കൊടുത്തത് അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ അവിടെ ഉണ്ടാകും, നമ്മുടെ അക്കൗണ്ടിൽ അള്ളാഹുവിന്റെ അടുത്ത് അവിടെ ഉണ്ടാകും. നാളെ പരലോകത്ത് നമുക്കത് കൺകുളിർക്കെ കാണാം. സ്വതക്ക കൊടുത്തത് നഷ്ടമല്ല, അത് എന്നേക്കുമുള്ള നിക്ഷേപമാണ്. അള്ളാഹു മുത്തുനബിയെ പിന്തുടർന്ന് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.